അല്ലെങ്കിൽ ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. ജനുവരി 30-നും ഫെബ്രുവരി 1-നും ജനുവരി 30, 31 2 ദിവസമായിട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ പാച്ച് വർക്ക് ചെയ്ത് ക്യാമറ കണ്ട് പോയയാൾ പിന്നെ ക്യാമറ കാണുന്നത് 24 ഡിസംബറിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ വരുമാനത്തിൽ നിന്ന് ഉള്ള കാശെടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുപൊടിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കുമ്പോൾ 6 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല. മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു, ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം, എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളമെന്ന് പറഞ്ഞ് എൻ്റെ SBI അക്കൗണ്ടിൽ, പാർലമെൻറ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പണമെടുത്ത് ഞാൻ കൊടുത്ത് അതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നയാ പൈസ ഞാൻ അതിൽ നിന്നെടുത്ത് കഴിച്ചിട്ടില്ല. ഇപ്പോഴും അക്കൗണ്ടൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാവുന്നതാണ്. കഴിഞ്ഞ ജൂൺ 9 മുതൽ ഈ 30-ന് വരാൻ പോകുന്ന ശമ്പളം വരെ ഇന്നത്തെ തൊട്ടിട്ടില്ല. അതിന് തത്തുല്യമായ തുക എൻ്റെ അധ്വാന പണത്തിൽ നിന്ന് ഞാൻ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വേലായുധൻ ചേട്ടൻ്റെ കാര്യമായാലും ശരി തന്നെ, ആനന്ദവല്ലി ചേച്ചിയുടെ കാര്യമായാലും ശരി തന്നെ, അവന്മാരൊക്കെ എവിടുന്ന എടുത്ത് കൊടുക്കുന്നത്? അതിനും തൊട്ടിപ്പിരിവ് നടത്തുക ഇല്ല. എനിക്ക് പിരിവില്ല. ഞാൻ പാട്ട് പാടാൻ പോകുന്നതിന് എനിക്ക് നല്ല കാശ് തരും. ഞാൻ ഇന്നുവരെ ആ കാശ് എടുത്തിട്ടില്ല. എൻ്റെ ട്രസ്റ്റിലേക്കാണ് ആ കാശ് അടയ്ക്കുന്നത്. ഇപ്പം മഴവിൽ മനോരമയ്ക്ക് ഇതിനു മുമ്പ് അവർ തന്ന 2 സ്റ്റേജ് പരിപാടിക്ക് പാടാൻ പോയപ്പോഴും തന്ന കാശ് ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഏഷ്യാനെറ്റ് 1 തവണ മാത്രമാണ് കാശ് തന്നത്. ആ കാശും ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. കോടീശ്വരനിൽ നിന്ന് കിട്ടിയ കാശിൻ്റെ എത്ര ശതമാനമെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ എന്നെ എന്ത് പറയും, മരിച്ച് കൊണ്ടുവന്ന് പട്ട് പതപ്പിച്ച് കിടക്കുമ്പം അവൻ ഇങ്ങനെ ഒരു ദ്രോഹിയാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാശെടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അക്കൗണ്ട് ബുക്ക് ദൈവത്തിൻ്റെ അടുത്താവുള്ള, ദൈവത്തിൻ്റെ അടുത്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി, ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എനിക്കിത്രയും നിങ്ങളോട് പറയാനുള്ളൂ. കേരളത്തിൽ ഇത്തവണയെങ്കിലും, ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. അതിന് ദൃഢമായ നിശ്ചയം, ഇപ്പോഴുള്ള ചില നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാം മുടച്ച് പുതിയൊരു
കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലിംഗ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതേ അല്ല. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിൻ്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം.